ഗ്രൗണ്ടിനായി തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന ആഹ്വാനങ്ങൾ നിറയെയുണ്ട്. പക്ഷേ ഗ്രൗണ്ട് മൂലം വോട്ട് പ്രതിസന്ധിയിലാണ് മൂവാറ്റുപുഴ ആവോലി പഞ്ചായത്തിൽ. കാലങ്ങളായി ചിറപ്പടി നിവാസികൾ ഉന്നയിക്കുന്ന പ്രശ്നം പ്രദേശത്തെ കളിക്കളത്തെ ചുറ്റിപ്പറ്റിയാണ്. ഇതിൽ കടന്നു പോകാനൊന്നും നിവൃത്തിയില്ല. രാത്രിയായിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ഓട്ടോറിക്ഷ കാറ് എല്ലാം കൊണ്ടുവന്ന് ഇവിടെ മദ്യപാനം മയക്കുമരുന്ന് ഇതിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ രാത്രിയിലൂടെ ഇതിൽ ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ പേടിയാ സത്യത്തിൽ. മൂവാറ്റുപുഴ ചിറപ്പടിക്കാർക്ക് ഇത് ഇന്നലെയും ഇന്നും തുടങ്ങിയ പരാതിയല്ല. ഒരു കളിസ്ഥലം ഇല്ലാതാകണം എന്നൊരാഗ്രഹവും ഇവർക്കില്ല. പക്ഷേ സ്വന്തം വീട്ടിലേക്ക് എത്താൻ നിവർത്തിയില്ലാതായാൽ ഇവരെന്ത് ചെയ്യും? ഗ്രൗണ്ടിന് സമീപത്തു കൂടി ഒരു പാത, അതാണ് കാലങ്ങളായി ആനിക്കാടുകാർ കണ്ട സ്വപ്നം. ജോസഫ് വാഴയ്ക്കൻ MLA ആയിരുന്ന കാലത്ത് ഫണ്ടും വകയിരുത്തി. പക്ഷേ പാത പാതിയിൽ മുടങ്ങി. ഞങ്ങൾ പല പഞ്ചായത്ത് കമ്മിറ്റികളുടെയും മുമ്പാകെ ഈ ആവശ്യം ഉന്നയിച്ചു. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ വേണ്ടി നോട്ടീസ് അടിച്ച് അന്നേരം ഒരു സ്ഥാനാർത്ഥിയുടെ ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്ന് മുദ്രപത്രത്തിൽ എഴുതി ഒപ്പിട്ട് വന്നു, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിച്ചാൽ ഞങ്ങളിത് ടാർ ചെയ്ത് തരാമെന്ന്. പക്ഷേ അവർ ജയിച്ചു, എന്നിട്ടും ഞങ്ങൾക്കിത് ടാറിട്ട് കിട്ടിയില്ല. കാൽനടക്കാർ മാത്രമല്ല, ബൈക്കും കാറുമെല്ലാം ഈ ഗ്രൗണ്ടിലൂടെ തന്നെയാണ് പോകുന്നത്. കളി നടക്കുന്ന നേരമാണെങ്കിൽ പലർക്കും പരിക്കും പറ്റാറുണ്ട്. ഇതിനെല്ലാം പുറമെ രാത്രികാലങ്ങളിലെ സാമൂഹിക വിരുദ്ധരുടെ ശല്യവും. പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങാൻ വഴിയില്ല എന്നതാണ് പരാതി. വഴിയില്ലെങ്കിൽ വരേണ്ടതില്ലല്ലോ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.